സോ ദിസ് ഈസ് സൂപ്പർ 30 സീരീസ്. നമ്മളതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ടാവും, ശ്രദ്ധിക്കാം. ഇവിടെ എ ഹെലികോപ്റ്റർ ഈസ് ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് സ്പീഡ് v അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് h. ഓക്കെ, അതാദ്യം ഇതുവരെയുള്ളത് ആദ്യം പറയാം. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റിൽ ഒരു ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹെലികോപ്റ്റർ, യെസ്, ഈ രീതിയിൽ ഫാനൊക്കെ ഉള്ള ഹെലികോപ്റ്റർ. യെസ്, ഒരു ഹെലികോപ്റ്റർ പോവുകയാണ് വിത്ത് സ്പീഡ് v. കണ്ടോ, ഹൊറിസോണ്ടലിയാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. എത്ര സ്പീഡിൽ? v സ്പീഡിൽ. ഓക്കെ, h ഹൈറ്റിൽ. ശരി, ഇനി ഈ ഹെലികോപ്റ്റർ ഹാസ് ടു ഡ്രോപ്പ് എ ഫുഡ് പാക്കറ്റ് ഫോർ എ മാൻ ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് ഒരു അഭയാർത്ഥിയോ മറ്റോ ആയിരിക്കണം അല്ലേ. ഇയാൾക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം, അല്ലെങ്കിൽ വല്ല വെള്ളപ്പൊക്കം വന്നപ്പോഴായിരിക്കാം. ഈ ഭക്ഷണത്തിൻ്റെ പാക്കറ്റ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്നൊരു ഭക്ഷണത്തിൻ്റെ പാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്, ഇയാളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹെലികോപ്റ്റർ ഫ്രം ദ മാൻ വെൻ ദ ഫുഡ് പാക്കറ്റ് ഈസ് ഡ്രോപ്ഡ്? അപ്പോൾ ഈ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഹെലികോപ്റ്ററിനും മനുഷ്യനും ഇടയിലുള്ള ദൂരം, ഈ ഒരു ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഇവിടെ ഇത് h ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്താ? ഇത് റേഞ്ചാണ് അല്ലേ, ഇത് റേഞ്ചാണ്. ഞാൻ ക്ലിയർ ആക്കി തരാം, ശ്രദ്ധിക്കാം, ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാം. കഥകൾ മനസ്സിലാവാത്തവർ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാം. നമ്മളൊരു വസ്തുവിനെ വെറുതെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വെറുതെ താഴത്തേക്ക് വന്ന് വീഴും. സാർ, ഇതിന് ഇനീഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടോ? എക്സ് ആക്സിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, 0. സാർ, ഇതിന് ഇനീഷ്യലി വൈ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അതായത് ബേസിക്കലി ഇതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് പറയാം? എല്ലാത്തിലും 0 ആണെന്ന് പറയാം. വെർട്ടിക്കലും ഇല്ല, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇല്ല. അതേസമയം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് v വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നും നമ്മളൊരു സാധനം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സാർ, ഇതിന് ഇനീഷ്യലി y വെലോസിറ്റി ഉണ്ടോ? y വെലോസിറ്റി ഇല്ല. കാരണം എന്താ? ഇത് ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനീഷ്യലി y വെലോസിറ്റി ഇല്ല, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. അതേസമയം ഇതിന് സാർ, ഇതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് തന്നെയായിരിക്കും ഇയാളുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി. മനസ്സിലായോ? ഒരു വസ്തു ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നൊരു സാധനം നിലത്തേക്ക് ഇടുമ്പോൾ ആ ഇടുന്ന സാധനത്തിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ വണ്ടിയുടെ വെലോസിറ്റി ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഇടുന്ന ഡ്രോപ്പ് ചെയ്യുന്ന വസ്തുവിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഓക്കെ, നിങ്ങളിങ്ങനെ വിചാരിക്കരുത്, വെറുതെ ഡ്രോപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു മൂവിങ് ബോഡിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ നമ്മുടെ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? അത് ഹെലികോപ്റ്ററിൻ്റെ വെലോസിറ്റി ആയിട്ടുള്ള v ആയിരിക്കും. ഇനി ബോഡിക്ക് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ സാർ? ഇനീഷ്യലി ഇല്ല, അത് 0 ആണ്. ക്ലിയർ? ശരി. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളത് കാരണം നോക്കടാ, വെലോസിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? നേരെ താഴത്തേക്ക് വന്ന് വീഴും. പക്ഷേ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളത് കാരണം ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങനെ കണ്ടോ, പ്രൊജക്റ്റൈൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ത് ഇവിടെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് പ്രൊജക്റ്റൈൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഇയാളുടെ കയ്യിലേക്ക് വന്ന് വീഴുക. കണ്ടോ? ക്ലിയർ? അങ്ങനെയെങ്കിൽ ഹെലികോപ്റ്ററും ഇയാളും തമ്മിൽ ഇവർക്കിടെയുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. പരിപാടി സിമ്പിളാണ്. ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √ഓവർ ബേസ് എത്രയുടെ r² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് h² അല്ലേ. അപ്പോൾ ഇതിൽ ആകെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r കണ്ടുപിടിക്കണം. h ബാക്കിയുള്ളത് hൻ്റെ ടൈംസിലാണ് കിടക്കുന്നത്. r കണ്ടുപിടിക്കണം. അപ്പോൾ r കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? സാർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. സാറിനോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. സാർ, ഇനി ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താ? ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? v ആണ് അല്ലേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി v ആണ്. ഇൻറ്റു ടൈം എന്താണ് സാർ? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള സമയം എന്താ? ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? എടാ, ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് പ്രൊജക്റ്റൈലിനാണ്, ഇത് ഹാഫ് പ്രൊജക്റ്റൈലാണ്. അപ്പോൾ ഇത്തരം കേസിൽ നിങ്ങൾ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ ഇക്വേഷൻ v = u + at. ഇത് വെർട്ടിക്കൽ y വെലോസിറ്റി, വെർട്ടിക്കൽ. സാർ, ഇനി ഇതിപ്പോൾ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി നമുക്കറിയോ സാർ?
ഇല്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ സാർ? ഇല്ല. ഈ ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ടൈമുള്ള വേറൊരു ഇക്വേഷൻ എടുക്കണം. അല്ല, ഇവിടെ വീഴുമ്പോൾ ഉള്ള വെർട്ടിക്കൽ വെലോസിറ്റി നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഈ ഇക്വേഷൻ പറ്റില്ല. നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, S=ut + ½ at². അപ്പോൾ ഇതെല്ലാം വെർട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക, വെർട്ടിക്കൽ വെലോസിറ്റി, വെർട്ടിക്കൽ ആക്സലറേഷനൊക്കെ. അപ്പോൾ ഇവിടെ ഈ സാധനം താഴത്തേക്ക് വരുമ്പോൾ എത്രത്തോളം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി? വെർട്ടിക്കൽ എത്രത്തോളം താഴത്തേക്ക് വന്നു സാർ? h ഹൈറ്റ് താഴത്തേക്ക് വന്നു അല്ലേ? താഴത്തേക്ക് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? -h എന്നിട്ട് കൊടുക്കും. ഇനി ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ് സാർ? 0. അപ്പോൾ ഈ ടൈം എത്രയായിട്ട് പോവും? 0. ദെൻ ½ ഇൻറ്റു ആക്സലേഷൻ എങ്ങോട്ടേക്കാണ് സാർ? താഴത്തേക്കാണ് അല്ലേ? സോ -½ ഇൻറ്റു ആക്സലേഷൻ്റെ വാല്യൂ 10 ഇൻറ്റു t² എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇതെന്തായിരിക്കണത്? മൈനസ് ആയി. ടിയുടെ വാല്യൂ എന്തായിരിക്കും? ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 10 ആയിട്ട് എടുക്കേണ്ട, g ആയിട്ട് എടുക്കാം. ഇതിൽ g ആയിട്ടാണ്. സോ ടിയുടെ വാല്യൂ എന്തായിരിക്കും? t² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2h/g. അപ്പോൾ ടി എന്തായിരിക്കും? √2h/g. കണ്ടോ? അപ്പോൾ ടിയുടെ വാല്യൂ കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ടൈം കിട്ടിയല്ലോ, അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. വെലോസിറ്റി ഇൻറ്റു √2h/g. റേഞ്ച് കിട്ടി അല്ലേ? ഇനി എന്താണ് സാർ ചെയ്യുക? ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √/ റേഞ്ചിൻ്റെ സ്ക്വയർ. റേഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ v² ഇൻറ്റു ഈ റൂട്ടിലുള്ള സാധനത്തിനെ സ്ക്വയർ ചെയ്യണം. റൂട്ടിലുള്ള സാധനത്തിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും. അപ്പോൾ 2h/g + h². സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ കയ്യിൽ? നോക്കൂ, v² 2h/g + h². ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ.